ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. നമുക്കറിയാം അല്ലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്താണ്. നാം എല്ലാവരും ശബത്ത് ആചരിക്കുന്നവരുമാണ്. ശബത്ത് ആചരിക്കാത്ത ഒരുവന് പോലും നിത്യരാജ്യത്തിൽ കയറാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണ കാര്യമാണ്. 10 കൽപ്പന മുഴുവൻ ആചരിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിൽ ഒന്ന് തെറ്റിയാൽ മുഴുവൻ തെറ്റിയ പോലെയാണ് എന്ന് ബൈബിളിൽ പറയണ്ടല്ലേ. അപ്പം അതിനാൽ തന്നെ 4ാമത്തെ കൽപ്പന ആചരിക്കാതെ ബാക്കിയെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇന്ന് ഈ ലോകത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാതെ നിത്യരാജ്യത്തിൽ എങ്ങനെ ശബത്ത് ആചരിക്കാൻ പറ്റും ആബയുടെ കൂടെ? അപ്പോൾ ശബത്ത് എന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് അല്ലേ. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ബൈബിളിൽ എപ്പോഴും അത് എഴുതിയിട്ടുള്ളത് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അടയാളമിട്ട് മാറ്റി നിർത്തുന്നവർ ഈ ശബത്ത് ആചരിക്കുന്നവരാണ്. എന്താണ് അടയാളം? മുദ്ര അഥവാ അടയാളം എന്നാൽ സംരക്ഷണത്തിൻ്റെയും സ്വന്തമാക്കലിൻ്റെയും ഒരു ലക്ഷണമാണ് അല്ലേ. അപ്പോൾ ബൈബിളിൽ തന്നെ നമുക്ക് കാണാം, ദൈവം നെറ്റിയിൽ അടയാളമിട്ട് തൻ്റെ ജനത്തെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബൈബിളിൽ കാണാം, സാത്താനും തൻ്റെ ആളുകളുടെ മേൽ നെറ്റിയിലോ അല്ലെങ്കിൽ വലം കൈയിലോ അടയാളമിട്ട് മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 2 അടയാളം ഇടലിലും വ്യത്യാസമുണ്ട്. അതായത് വെളിപാട് 9:4 വായിച്ചാൽ അറിയാം നമുക്ക്, ദൈവം മുദ്രയിടുന്നത് എന്തിനാണ്? സംരക്ഷിക്കാനാണ് അല്ലേ. നെറ്റിയിൽ മുദ്രയില്ലാത്തവരെ മാത്രം പീഡിപ്പിക്കുക എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ലാസ്റ്റത്തെ വിനാശങ്ങളും ആ ശിക്ഷകളൊക്കെ വരുമ്പോൾ അല്ലേ. പക്ഷേ അതേസമയം സാത്താൻ മുദ്രയിടുന്നത് ആരെയാണ്? എന്തിനാണ്? അതായത് തന്നെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അടിമകളെ അല്ലെങ്കിൽ അടിമകളാക്കാനാണ് സാത്താൻ മുദ്രയിടുന്നത്. ഇനി അവർക്ക് എന്താ ശിക്ഷ? അതായത് വെളിപാട് 13:16 വായിച്ച് നമുക്കറിയാൻ പറ്റും, സാത്താൻ വലത് കൈയിലോ നെറ്റിയിലോ അടയാളമിടും. അങ്ങനെ നമുക്കവിടെ വായിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ അടയാളമിട്ടാൽ എന്താണ് ഉണ്ടാവുക? അത് വെളിപാട് 4:9 പറയുന്നുണ്ട്, മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുന്നവർക്ക് വിധി ഉണ്ടാകും. അതായത് ദൈവത്തിൻ്റെ കോപം അവരുടെ നേരെ ഉണ്ടായിരിക്കും. ആ അഗ്നി ഗന്ധക തടാകത്തിലേക്ക് എറിയപ്പെടുമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ശബത്ത് എന്ന അടയാളം ധരിക്കാത്ത എല്ലാവരും സാത്താനാൽ അടയാളമിടപ്പെടും. ദൈവത്തിൻ്റെ അടയാളം ഇട്ട, അതായത് ശബത്ത് ആചരിക്കുന്നവരെ ദൈവം മാറ്റി നിർത്തുന്നത് എന്തിനാണ്? അവരെ ഒഴികെ മറ്റുള്ളവർക്ക് ശിക്ഷ കൊടുക്കാനാണ്. എങ്കിൽ സാത്താൻ അടയാളമിട്ട് മാറ്റി നിർത്തുന്നത് എന്തിനാണ്? സാത്താനെ അനുസരിക്കാനും സാത്താനെ ആരാധിക്കുന്നവരും. ഇനി ഇതിൻ്റെ ഫലം എന്താണ്? ദൈവം മാറ്റി നിർത്തുന്നവർക്ക് നിത്യരാജ്യമാണ് കിട്ടുന്നതെങ്കിൽ സാത്താൻ മാറ്റി നിർത്തുന്നവർക്ക് നിത്യനരകമാണ് കിട്ടുന്നത്. അപ്പോൾ ബൈബിളിൽ പറയുന്നു, വലിയവനെന്നോ ചെറിയവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നും ഈ അടയാളത്തിന് മാറ്റമില്ല, മാനദണ്ഡമില്ല എന്ന്. അപ്പം അതിനാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും സ്വന്തമാക്കലിലും ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശബത്ത് ആചരിക്കണം. ബാക്കിയുള്ളവരെല്ലാവരും നിത്യനരകത്തിലേക്കുള്ളതാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ഈ ശബത്ത് എന്ന അടയാളം ധരിച്ചിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ശബത്ത് ഷലോം. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. അതായത് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പെസഹയെ പറ്റിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ പെസഹയെ പറ്റി ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ പെസഹ ആചരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് എന്നാണ്. അതായത് ക്രിസ്ത്യാനികളുടെ പെസഹ അല്ല കേട്ടോ, യഹൂദൻ്റെ പെസഹ. അപ്പോൾ അതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. യഹൂദനെ പിൻചൊല്ലിയില്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. അപ്പോൾ പെസഹയൊന്നും ആചരിക്കണ്ട, ശബത്തൊന്നും ആചരിക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ കൽപ്പനകൾ നിർവഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാലും ഒരു രക്ഷയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം? പാസ് ഓവർ അല്ലേ, നമുക്കറിയാം. അതായത് കടന്നു പോകൽ എന്നാണ്. പക്ഷേ ഈ യഹൂദനും ക്രിസ്ത്യാനിയും 2 തരത്തിലാണ് പെസഹ ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. യഹൂദൻ്റെ 7 ഫീസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു ഫീസ്റ്റാണ് ഈ പെസഹ, നമുക്കറിയാം അല്ലേ. അപ്പോൾ യഹൂദനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നമ്മളും ഈ 7 ഫീസ്റ്റുകളും ആചരിക്കേണ്ടതാണ്.
അതെല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ എപ്പോഴും ഒട്ടി നിൽക്കേണ്ടതാണ് യഹൂദനോട് കൂടിയിട്ട് അല്ലേ. നമ്മൾ യഥാർത്ഥ തണ്ടായിട്ടുള്ള യഥാർത്ഥ ആ നാട്ടൊലിവായിട്ടുള്ള യഹൂദനോട് കാട്ടൊലിവായ നാം ഒട്ടിച്ചേർന്നില്ല എങ്കിൽ നമുക്ക് വളരാൻ പറ്റില്ല, നമ്മൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല, രക്ഷയും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും യഹൂദനെ നമ്മൾ പിൻചെല്ലണം. പക്ഷേ നമുക്ക് എന്ത് പ്രത്യേകതയും കൂടി ഉണ്ട്? യഹൂദൻ്റെ കണ്ണ് ദൈവം അന്ധമാക്കി വെച്ചേക്കാണ് യേശുവായുടെ കാര്യത്തിൽ. അതും കൂടെ നമുക്ക് ആഡ് ആവും എന്നാണ് ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ ബൈബിളിലെ ഒരു വലിയ ചരിത്ര സംഭവത്തെ ഓർക്കുന്ന ഒരു ഉത്സവമാണ് പെസഹ. എന്താണ് നമുക്കറിയാം അല്ലേ. അതായത് ദൈവം ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകിയ ദിനം. നമുക്ക് പുറപ്പാട് 12, പിന്നെ ലേവ്യരുടെ പുസ്തകം അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈജിപ്തിൽ ഇസ്രായേലര് അടിമകളായിരുന്നു അല്ലേ. അപ്പോൾ ദൈവം അവർ രക്ഷിച്ചത് മോശ വഴിയാണ് അല്ലേ. അപ്പോൾ 10 ബാധകൾ അതൊക്കെ നമുക്കറിയാം. 10 ബാധകളിൽ ഒടുവിലത്തെ ശിക്ഷയായ എന്തായിരുന്നു? ആദിജാതന്മാർ മരിക്കുന്ന രാത്രി. ആ രാത്രിയിൽ ദൈവം ഇസ്രായേൽ കുടുംബങ്ങളെ കുഞ്ഞാടിൻ്റെ രക്തം വാതിലിൽ അടയാളപ്പെടുത്തി അവരെ അടയാളമിട്ട് വേർതിരിച്ചു വെച്ചു. അങ്ങനെ അവരെ സംരക്ഷിച്ചു ആ അടയാളം ഇട്ടിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അടയാളം സംരക്ഷണത്തിൻ്റെയും സ്വന്തമാക്കലിൻ്റെയും ഒരു ലക്ഷണമാണ്. അപ്പം അതുപോലെ അവരെ അന്ന് അത് അടയാളമിട്ട് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അടയാളമിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാം ആദിജാതനെ വധിച്ചുകൊണ്ട് ദൈവദൂതൻ കടന്നുപോയി അല്ലേ. അപ്പം ഈ കടന്നുപോകലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പെസഹ ആചരിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ശിഷ്യന്മാരെ പിന്തുടരുന്നവരാണ്, ആദിമ ക്രൈസ്തവരെ പോലെ അല്ലേ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അടിമത്തത്തിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണയുടെ ഓർമ്മ കൂടിയാണ്. പുറപ്പാട് 12:18 വായിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, പെസഹ ആചരിക്കേണ്ടത് നിത്യനിയമമാണെന്ന് അവിടെ കൊടുത്തേക്കുന്നത്. അത് നിസാൻ മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ 21-ാം തീയതി വൈകുന്നേരം വരെയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലവർക്ക് ഡേറ്റിൽ തെറ്റിദ്ധാരണ വരും. എന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഡേറ്റിൽ തെറ്റിദ്ധാരണ വരുന്നവരോട് പറയുകയാണ്, ഓർക്കുക, ലോകത്തിൻ്റെ മാസങ്ങളിലും ഡേറ്റിലും വർഷത്തിലും എല്ലാം യഹൂദരുമായിട്ട് വ്യത്യാസമുണ്ട്, ദൈവമക്കളുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് വർഷത്തിലായാലും ഇപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ലോകത്തിന് രാത്രി 12 മണിക്കാണല്ലേ, 12 midnight ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ബൈബിളിനെ അടിസ്ഥാനമാക്കി നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? അതായത് യഹൂദ മക്കൾക്ക്, ദൈവജനത്തിന് എങ്ങനെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്? സൂര്യാസ്തമയം മുതലാണ് അല്ലേ. സൂര്യാസ്തമയം മുതലാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അതുപോലെ ആദ്യത്തെ മാസം ജനുവരി ആണല്ലേ ലോക ജനതയ്ക്ക്. അപ്പോൾ നമ്മൾക്ക് ആദ്യ മാസം നിസാൻ മാസമാണ്. അതുമാത്രമല്ല, ജെറുസലേമിന് പുറത്തും ജെറുസലേമിന് അകത്തും ചില ദിവസ വ്യത്യാസങ്ങളൊക്കെ കാണാം. നമ്മളെപ്പോഴും ജെറുസലേമിനെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ബൈബിളിൽ എന്താ ചെയ്യുന്നത്? ജെറുസലേമിനെ മറന്നു പോകാൻ പാടില്ല അല്ലേ. നമ്മുടെ വലം കൈ പോലെ പ്രാധാന്യമുള്ളതാണല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ജെറുസലേമിനെയാണ്. ആ വിശുദ്ധ പർവ്വതത്തിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെറുസലേമിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവർ ആഘോഷിക്കുന്ന ആ സമയത്താണ് നമ്മൾ ഈ ഫീസ്റ്റുകൾ അവരുടെ മാതിരി ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ അങ്ങനെ നോക്കുമ്പോൾ, ജെറുസലേമിൽ നോക്കുമ്പോൾ നിസാൻ മാസം 14-ാം തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 1 വൈകിട്ട്, സൂര്യാസ്തമയം മുതൽ 8-ാം തീയതി വൈകിട്ട് വരെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡേറ്റ് പറഞ്ഞത്. വേറെ നമ്മൾ ആ ഡേറ്റാണ് ഫോളോ ചെയ്യുന്നത്. വേറെ പല ഡേറ്റുകളും നിങ്ങൾക്ക് കാണാം, കേൾക്കാം. പിന്നെ ക്രിസ്ത്യാനികളുടെ ഡേറ്റ് വേറെയാണ്, അതൊക്കെ വേറെ. അത് ലോക ജനതയ്ക്ക്, ദൈവജനത്തിനല്ല. പിന്നെ പറയാനുള്ളത് 2-ാം തീയതിയും 8-ാം തീയതിയും ശബത്ത് പോലെയാണ് നമുക്ക് അല്ലേ. 2-ാം തീയതി 8-ാം തീയതിയും ശബത്ത് പോലെയാണ്. അതിനിടയ്ക്ക് നമുക്ക് ഒരു ശബത്ത് വരും. അതായത് 3-ാം തീയതി വൈകിട്ട് മുതൽ, വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ അടുത്ത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ശബത്ത്, ആ ശബത്ത് ഇതിൻ്റെ അകത്തുള്ളതാണ്. അന്ന് നമുക്ക് കുക്കിംഗ് ഒന്നും പാടില്ല, കറക്റ്റ് ശബത്ത് പോലെയാണ്. പക്ഷേ ഈ 2-ാം തീയതിയും 8-ാം തീയതിയും നമുക്ക് കുക്കിംഗ് അനുവദനീയമാണ്. അതിന് കാരണമുണ്ട്. കാരണം നമുക്ക് പുളിച്ചതൊന്നും കഴിക്കാൻ പാടില്ല, അന്നേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ
നമുക്ക് 2-ാം തീയതി അതിനാണ് അന്നാമത്തെ ദിവസം നമ്മൾ ഈ ആഴ്ചകൾ കുക്കിംഗ് നമുക്ക് അനുവദനീയമാണ്. 2-ാം തീയതി 8-ാം തീയതി ശബത്ത് പോലെയാണ്. അപ്പോൾ 7 ദിവസങ്ങളിലായിട്ടാണ് നാം പെസഹ ആചരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ക്രിസ്ത്യാനിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ക്രിസ്ത്യാനി അതിൻ്റെ ആത്മീക അർത്ഥം മനസ്സിലാക്കാതെ യേശുവായുടെ കാലത്ത് യേശുവ പെസഹ മുന്നമേ ആചരിച്ചു എന്ന് ബൈബിളിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. പെസഹ യേശുവ മുന്നമേ ആചരിച്ചതാണ്. പെസഹായുടെ ഡേറ്റ് ആ ദിവസം ക്രൂശ് മരണം വരുമെന്ന് അവിടത്തേക്ക് അറിയാം. അപ്പം അതുകൊണ്ടാണ് യേശുവ മുന്നമേ പെസഹ ആചരിച്ചത്. അതവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. ക്രിസ്ത്യാനിക്കാണെങ്കിൽ അതെന്താ പെസഹ എന്ന് പറയുന്നത്, എന്താ പറയുക, അവർ പറയും കുർബാന സ്ഥാപിക്കലാണ്, അന്ത്യത്താഴമാണ്, പുതിയ ഉടമ്പടി സ്ഥാപിച്ചതാണ്, അങ്ങനെ പല അർത്ഥങ്ങളുമാണ് ക്രിസ്ത്യാനി കൊടുത്തേക്കുന്നത്. ശരിക്കും അതിൻ്റെ അർത്ഥവും ഇമ്പോർട്ടൻസും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് യഹൂദന്മാരുടെ 7 ഫീസ്റ്റുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീസ്റ്റാണ് പെസഹ എന്ന് പറയുന്നത്. 1-ാം ദിവസം മിസ്രൈമിൽ എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നുള്ള വിടുതൽ ഓർമ്മയാണ്. അതായത് ദൈവം അടയാളമിട്ട വീടുകൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ആ കടന്നുപോകലിനെ, ആ പാസ് ഓവറിനെയാണ് നമ്മൾ 1-ാം ദിവസം ഓർമ്മിക്കുന്നത്. പിന്നെ 2 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം, അതിൻ്റെ ഫീസ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കുന്നത്, പുളിപ്പില്ലാത്ത അപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പുളിപ്പ് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് നിങ്ങൾ അച്ചാറ് അല്ലെങ്കിൽ എന്താ ചൊറുക്ക അങ്ങനെയൊന്നല്ല കേട്ടോ ഉദ്ദേശിക്കണേ. മാങ്ങ അങ്ങനത്തെ കാര്യങ്ങൾ പുളിപ്പൊന്നല്ല ഉദ്ദേശിക്കണേ. മാവ്, പുളിക്കുന്ന മാവുകളെ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ഇത് പാപമില്ലാത്ത ജീവിതത്തിൻ്റെ പ്രതീകമാണ് ഈ പുളിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ ഫലങ്ങളുടെ പുളിപ്പോ അച്ചാറോ അതല്ല ഉദ്ദേശിക്കുന്നത്. മാവിന് പുളിപ്പ് വരുന്ന ആ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാപമില്ലാത്ത ജീവിതത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പുളിക്കാൻ സാധ്യതയുള്ള മാവുകൾ, ഈവൻ ബിസ്ക്കറ്റ്, കേക്ക്, ഓട്സ്, മൈദ, റവ, അതെല്ലാം നമ്മൾ ഒന്നുകിൽ എടുത്ത് കളയണം, അല്ലെങ്കിൽ ആ ഡേറ്റിനുള്ളിൽ നമ്മളത് ഉപയോഗിച്ച് തീർക്കണം. ഇനി ഒരു കാരണവശാലും അത് തീർന്നില്ല, നമുക്ക് കളയാനും ബുദ്ധിമുട്ടാണ്, ഇത്ര എമൗണ്ട് കൂടുതലുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ദൂരെ മാറ്റി അത് ഒരു തുറക്കാൻ പറ്റാത്ത ഒരു കബോർഡിൽ അത് കെട്ടി നമ്മളൊരു പൊടി പോലും താഴെ വീഴാണ്ട് നമ്മൾ മുകളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും തുറക്കാത്ത റൂമിലോ കബോർഡിലോ എവിടെയെന്ന് വെച്ചാൽ അത് കൊണ്ടുപോയി ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണം. അധികം ഒരാഴ്ച ഉപയോഗിക്കരുത്. ആ കബോർഡേ തുറക്കരുത്. അതിനുള്ളിൽ വേറെ ഉണ്ട്, അത് എടുക്കാമെന്നൊന്നും നിങ്ങൾ ധരിക്കേ വേണ്ട. അങ്ങനെ നമ്മളത് മാറ്റി ദൂരെ വെക്കണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ രക്ഷ, അടിയന്തിരമായിട്ട് പുറപ്പെട്ട ആ ഒരു ഓർമ്മ. അന്ന് ഈജിപ്തിൽ നിന്ന് അടിയന്തിരമായിട്ട് ഭക്ഷണം കഴിച്ച് ഓടിയ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് കിട്ടിയത്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. 7-ാം ദിവസം ഓർമ്മിക്കുന്നത് ചെങ്കടൽ വിഭജിച്ച സംഭവമാണ്. അപ്പോൾ ദൈവം ഇസ്രായേലിനെ രക്ഷിച്ചതിൻ്റെ ആ വലിയ അത്ഭുതം നമുക്കറിയാം അല്ലെ, ചെങ്കടൽ 2ആയിട്ട് പിളർന്നത്. അപ്പോൾ അതാണ് 7-ാം ദിവസം നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പോൾ ഈ 7 ദിവസവും ഒന്നും പുളിക്കാൻ അനുവദിക്കാതെ അന്നത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ആഴ്ച ജോലിയൊക്കെ ഒഴിവാക്കി ദൈവത്തെ ആരാധിക്കണം. വിശ്രമത്തിന് ദൈവത്തിനെ ആരാധിക്കാനും സ്തുതിക്കാനും പാട്ടുകൾ പാടാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്താണ്, അതായത് യഹൂദരേക്കാൾ വിപരീതമായി നമുക്ക് ഇത് വിടുതലിൻ്റെ ഓർമ്മ മാത്രമല്ല ദൈവത്തിൻ്റെ കരുണ കൂടിയാണ് എന്നല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇനി വിശദീകരിക്കാൻ പോണേ. അതായത് പഴയ നിയമത്തിലെ കുറ്റമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയുടെ രക്തമാണ് രക്ഷയുടെ അടയാളമായത് അല്ലേ. അതായത് ഇസ്രായേൽ മക്കൾ തിരിച്ചറിയാനായിട്ട് കട്ടിളമേൽ ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് അടയാളമിടാൻ പറഞ്ഞല്ലേ. അപ്പോൾ ആ അടയാളമിട്ട വീടുകൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ അതുപോലെ തന്നെയാണ് യേശുവ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ആട്ടിൻകുട്ടിയായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യോഹന്നാൻ 1:29 വായിച്ചാൽ നമുക്കറിയാം, എല്ലാ സുവിശേഷകന്മാരിലും കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. അപ്പോൾ പഴയ നിയമത്തിൽ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചത് കുഞ്ഞാടിൻ്റെ രക്തമായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ രക്ഷിച്ചത് യേശുവായുടെ രക്തമായിരുന്നു. യേശുവായിലൂടെ ആത്മീയ പെസഹ പൂർത്തിയായി. അതാണ് നമുക്കുള്ള ഒരു പ്രത്യേകത.
ഇത് 1 കൊരിന്ത്യർ 5:7 പറയുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, മശിഹ തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. അങ്ങനെ അവിടെ കൊടുത്തേക്കണം. അതായത് പാപമില്ലാത്ത ജീവിതത്തിൻ്റെ പ്രതീകമായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, പെസഹ കുഞ്ഞാടായി യേശുവായെ ഇനിയും ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. 1 പത്രോസ് 1:1 നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ രക്തം പോലെ തന്നെയാണ് യേശുവായുടെ രക്തം കൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തത്. അപ്പോൾ അതാണ് ആ കണക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കർത്താവിൻ്റെ കരുണ കൂടിയാണ്, അതിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ പെസഹ എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് പെസഹ ഭക്ഷണം നമുക്ക് 1-ാം ദിവസം, അതായത് ഞാൻ പറഞ്ഞല്ലേ 1-ാം തീയതി രാത്രി മുതലാണെന്ന്. അപ്പോൾ ആ 1-ാം ദിവസം രാത്രിയിലുള്ള പെസഹ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അന്നേ ദിവസം നമുക്ക് ഒരു വലിയ പ്ലേറ്റ്, വട്ടത്തിലുള്ള ഒരു താലം ആവശ്യമാണ്. ആ പ്ലേറ്റിനെ സിദാ പ്ലേറ്റ് എന്നാണ് പറയുക. ആ പ്ലേറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് വെക്കുന്നത്, അതെങ്ങനെയാണ് വെക്കുന്നത്, അത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ വെക്കേണ്ട ഐറ്റംസ്: മുട്ട പുഴുങ്ങിയത് ഒരെണ്ണം, പിന്നെ നമ്മൾ ആടിൻ്റെ കൈ, അത് കിട്ടാനില്ലെങ്കിൽ നമ്മൾ കോഴിയുടെ കാല് വെക്കും. പിന്നെ കയ്പ് ചീര, അതിന് ഉദ്ദേശിക്കുന്നത് സെലറി ലീവ്സ് ആണ്, അതില്ലെങ്കിൽ പുതിനയില, അതുമില്ലെങ്കിൽ മുരിങ്ങയില. പിന്നെ നമ്മൾ ലെറ്റ്യൂസ് വെക്കും, പച്ചച്ചീര. പിന്നെ വീന്, അത് മുന്തിരിയുടെ ജ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മുന്തിരി വൈനോ സ്ക്വാഷോ അങ്ങനെയുള്ള ഐറ്റംസ് മുന്തിരിയിൽ നിന്നുള്ളത്. പിന്നെ നമുക്ക് 3 മത്സ വേണം. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മത്സ ഗോതമ്പ് പെട്ടെന്ന് ഉണ്ടാക്കണം. 18 മിനിറ്റ് കൊണ്ട് നമ്മൾ മൊബൈലിൽ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് 18 മിനിറ്റ് കൊണ്ട് തന്നെ പൊടിയെടുത്ത് കുഴച്ച് പരത്തി ചുട്ടെടുത്ത് അത് മാറ്റി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കലോ ഒക്കെ കൂടി 18 മിനിറ്റാണ്. 18 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എണ്ണയോ ഉപ്പോ ചേർക്കാതെ നമ്മൾ അത് കുഴച്ചെടുക്കുന്നത്. അതിനാണ് മത്സ എന്ന് പറയണത്. 3 എണ്ണം വേണം. പിന്നെ മധുരച്ചമ്മന്തി ഉണ്ടാക്കുന്നത് ഒന്നുകിൽ കശുനണ്ടി അല്ലെങ്കിൽ ബദാം, വാൽനട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഈന്തപ്പഴത്തിൻ്റെ കൂടെ. അപ്പോൾ ഈന്തപ്പഴം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലെ പ്രാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മളതൊക്കെ എടുത്ത് നമ്മളത് മിക്സിയിലിട്ട് അരച്ച് എടുത്തുക ചമ്മന്തിയാണ് ഈ മധുര ചമ്മന്തി. പിന്നെ ഉപ്പ് വേണം. ഇതാണ് ആ ഫുഡിന് വേണ്ട കാര്യങ്ങൾ. ഇനി അത് എന്തിനൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് വെച്ചാൽ, മുട്ട പുഴുങ്ങിയത് പ്രതിനിധീകരിക്കുന്നത് ദുഃഖവും നാശവും ഒക്കെയാണ് അതിൽ നമ്മൾ ഓർമ്മിക്കുന്നത്. നമുക്കറിയാം ജെറുസലേം ദേവാലയം നശിക്കപ്പെട്ട ആ ഒരു ദുഃഖവും അതുപോലെ തന്നെ അതിൻ്റെ ഓർമ്മ, അതുപോലെ തന്നെ പുതുജീവൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ മുട്ട പുഴുങ്ങിയത്. പിന്നെ ആടിൻ്റെ കൈ അഥവാ കോഴിക്കാല്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫറവോൻ്റെ കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ വൻ കരത്താൽ നമ്മെ വിടുവിച്ചു എന്ന് ഓർമ്മിക്കുന്നതാണ്. പിന്നെ കയ്പ് ചീര ഞാൻ പറഞ്ഞു, സെല്ലറി അല്ലെങ്കിൽ പുതിനയില അല്ലെങ്കിൽ മുരിങ്ങയില. അത് എന്താണെന്ന് വെച്ചാൽ കഴിക്കും, അതായത് അടിമത്തത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കഴിക്കണേ. പിന്നെ ലെറ്റ്യൂസ് നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഒക്കെ കഴിക്കണം. അത് പച്ചച്ചീര എന്ന് പകരമാണ് ലെറ്റ്യൂസ് കഴിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലെറ്റ്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു മധുരം തോന്നുമെങ്കിലും പിന്നീട് അത് ചവർപ്പായിട്ട് മാറും. അതാണ് അതിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഉപ്പുവെള്ളത്തിൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലെറ്റ്യൂസ് കഴിക്കുമ്പോൾ കണ്ണീരും ദുഃഖത്തിൻ്റെയും ഓർമ്മ, അതായത് നമുക്ക് ചരിത്രം വായിച്ചാലറിയാം, മോശ ആദ്യം നമ്മുടെ ജോസഫ് ഈജിപ്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു അല്ലേ, 12 ഗോത്രങ്ങളൊക്കെ. പിന്നീടാണ് ആ ഫറവോമാർ മാറി വന്നപ്പോൾ ആ സന്തോഷം ദുഃഖമായിട്ട് മാറിയത്. അപ്പോൾ അതാണ് ലെറ്റ്യൂസ് കഴിക്കുന്നതിലൂടെ നമ്മൾ ഓർക്കുന്നത്. പിന്നെ നമ്മുടെ വൈൻ, മുന്തിരി ജ്യൂസ്, സ്ക്വാഷോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് ഒരാൾക്ക് 5 കപ്പ് വെച്ചിട്ട് വേണ്ടി വരും. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ഓർമ്മയാണ് അത്. പിന്നെ മത്സ ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. മത്സ എന്ന് പറഞ്ഞാൽ അത് പുളിപ്പില്ലാത്ത അപ്പം, അതായത് അടിയന്തിരമായിട്ട് മിസ്രൈമിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അതായത് പാപമില്ലാത്ത ജീവിതം അല്ലേ, പുളിപ്പില്ലാത്ത മാവ് എന്ന് പറയണം, പാപമില്ലാത്ത ജീവിതം. അപ്പോൾ ഇത് ഓർമ്മിക്കാണ് നമ്മൾ മത്സ കഴിക്കുന്നത്.
പിന്നെ മധുര ചമ്മന്തി എന്ന് വെച്ചാൽ പിരമിഡുകൾ പണിയാനായിട്ട് ഈ ചുണ്ണാമ്പ് ഇഷ്ടികക്കട്ടകൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അന്ന് ഇസ്രായേൽ മക്കൾ അവിടെ പണിയെടുത്തത്. അപ്പോൾ ആ കഷ്ടപ്പാട് ഓർത്തിട്ട് അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മധുര ചമ്മന്തി കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഫുഡ് ഐറ്റംസുകൾ. ഇനി നമുക്ക് മെഴുകുതിരി വേണം. 24 മണിക്കൂർ കത്തി നിൽക്കുന്ന 2 മെഴുകുതിരി വേണം. അതിൽ ഒരു മെഴുകുതിരി 1-ാം ദിവസവും പിന്നെ ഒരു മെഴുകുതിരി അവസാന ദിവസവുമാണ് നമ്മൾ കത്തിക്കുന്നത്. അത് ഊതിക്കെടുത്താൻ പാടില്ല, തന്നെ കത്തി തന്നെ അത് കെട്ടുപോകണം. 24 മണിക്കൂർ നിൽക്കും കൂടെ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെസഹായ്ക്ക് വേണ്ടി ഒരുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കറക്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ലീഫ്ലെറ്റ് ഉണ്ട്, അത് ഞാൻ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും അർത്ഥം. അതിൻ്റെ പ്രാധാന്യം മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇതിൽ പറയുന്നേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലേ പെസഹായ്ക്ക് യേശുവായുടെ ക്രൂശ് മരണവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന്. അപ്പോൾ യോഹന്നാൻ 19:14 വായിച്ചാലറിയാം. പെസഹായുടെ ഒരുക്കനാൾ ഏകദേശം 6-ാം മണിക്കൂറിലായിരുന്നു യേശുവായെ ക്രൂശ് മരണത്തിന് വിധിച്ചത്. അതായത് പെസഹാ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണ സമയത്ത് തന്നെയാണ് യേശുവായും ക്രൂശിക്കപ്പെട്ടത് എന്ന് ചുരുക്കം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ആ കുഞ്ഞാടിന് പകരം യേശുവ, കുഞ്ഞാടിൻ്റെ രക്തം ആണ് അടയാളമിട്ടത് അന്ന്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് യേശുവ രക്ഷ നേടിത്തന്നു, യേശുവായുടെ രക്തം രക്ഷ നേടിത്തന്നു. പിന്നെ നമ്മൾക്ക് പഴയ നിയമത്തിൽ പുറപ്പാട് 12:46 വായിച്ചാൽ നമുക്കറിയാം, കുഞ്ഞാടിനെ ഭക്ഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഭക്ഷിക്കണം എന്ന് അവിടെ പറയുമ്പോൾ ഒരു അസ്ഥിയും ഒടിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അത് യേശുവായിലാണ് നിറവേറിയത്. യോഹന്നാൻ 19:36 അവിടുത്തെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകിയതൊക്കെ അല്ലെ, ആ ഭാഗത്ത് അവിടുത്തെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്ന തിരുവെഴുത്താണ് അവിടെ നിറവേറിയത്. പിന്നെ മാവ് പുളിക്കാണ്ട് ഉപയോഗിക്കണമെന്ന് പഴയ നിയമത്തിൽ ഉപയോഗിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മളത് പ്രതീകമാക്കുന്നത് പാപമില്ലാത്ത ജീവിതത്തെയാണ്. അപ്പോൾ ഇതാണ് ആ കണക്ഷൻ വരുന്നത് നമ്മെ സംബന്ധിച്ച് യഹൂദന്മാരിനേക്കാൾ കുറച്ച് ഡിഫറൻസ് ആയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങണം. വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം. ഈവൻ ഫ്രിഡ്ജ് പോലും നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നെ പുളിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞോണം മാറ്റണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം മനസ്സിലായതിൻ്റെ പെസഹായ്ക്ക് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് അതൊക്കെ നമ്മൾ ഇപ്പോഴേ കളക്ട് ചെയ്യണം. കാരണം കിട്ടാൻ പാടാണ്. ഈ ആടിൻ്റെ കാലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊക്കെ കിട്ടിയത് ഇപ്പോൾ. പിന്നെ ലെറ്റ്യൂസിന് നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി കഷ്ടപ്പാടാണ്. സെലറി ലീവ്സ് അതൊക്കെ. അപ്പോൾ ഇപ്പോഴേ തുടങ്ങി അത് അന്വേഷിച്ച് തുടങ്ങിയാൽ അത് കിട്ടുള്ളൂ. അത് മുൻപേ ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കറിയാം 2-ാം തീയതി 8-ാം തീയതിയും ശബത്ത് ആണെന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് 3-ാം തീയതി വൈകിട്ട് മുതൽ 4-ാം തീയതി വൈകിട്ട് വരെ ഒറിജിനൽ ശബത്ത് വരുന്നുണ്ട്, ശനിയാഴ്ച. അപ്പോൾ അന്ന് കുക്കിംഗ് അനുവദനീയമല്ല. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ കുക്കിംഗ് അനുവദനീയമാണെങ്കിലും ആ ദിവസം നമ്മൾ സാധാരണ പോലെ തന്നെ വെള്ളിയാഴ്ച രാത്രി എല്ലാം ഒരുക്കി വെക്കണം. ശനിയാഴ്ച കുക്കിംഗ് അനുവദനീയമല്ല. ഇതൊക്കെയാണ് പെസഹ ആചരിക്കുന്ന പ്രത്യേകതകൾ. പിന്നെ ഇതൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇടാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ആചരിക്കാൻ ആഗ്രഹമുണ്ട്, സംശയമുണ്ട് എങ്കിൽ മെസ്സഞ്ചറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. പുഴുങ്ങി മുട്ട വെക്കേണ്ടത് ആ വട്ടത്തിലുള്ള താലം ആ പ്ലേറ്റിൽ മുകളിലെ ഇടതുവശത്താണ് വെക്കേണ്ടത്. ആടിൻ്റെ കൈ മുകളിലെ വലതുവശത്താണ് വെക്കേണ്ടത്. മധുര ചമ്മന്തി താഴെ വലതുവശത്താണ് വെക്കേണ്ടത്. ലെറ്റ്യൂസ് പാത്രത്തിൻ്റെ നടുക്കത്തെ ഭാഗത്തും താഴ്ഭാഗത്തും തൊട്ട് താഴെയാണ് വെക്കേണ്ടത്. സെലറി ഇടതുവശത്ത് താഴെയായിട്ടാണ് വെക്കേണ്ടത്. പിന്നെ നമ്മൾ 3 മത്സ അപ്പം വെക്കേണ്ടത് മുകളിൽ ഇങ്ങനെ അതിൻ്റെ ഒക്കത്തിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. അപ്പം ഇത് ആചരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല എന്നുള്ളവർ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ വഴി കോണ്ടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോ ഇതൊക്കെ പറഞ്ഞു തരാം, അയച്ചു തരാം ഫോട്ടോ സഹിതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് പെസഹ ആചരിക്കേണ്ട ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതാണ് പ്രധാനമായിട്ട് ഞാനിത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത്. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ക്രിസ്ത്യാനികളുടെ പെസഹയല്ല, യഹൂദന്മാരുടെ പെസഹ. നമ്മൾ യഹൂദനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യഹൂദൻ്റെ പെസഹയാണ് ആചരിക്കേണ്ടത്, അല്ലാണ്ട് ക്രിസ്ത്യാനിയുടെ അല്ല. അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് പെസഹ എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ ഹീബ്രുവിൽ പെസാഗ് എന്നാണ് പറയുന്നത്. സ്പെല്ലിങ് PESACH. പെസാഗ് എന്നാണ് അതിൻ്റെ ഒരു ഉച്ചാരണം വരിക. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറയണം, പാസ് ഓവർ, കടന്നു പോകുക, വിനാശം ഒഴിവാക്കി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഞാൻ നിർത്താണ്.
എന്നെ കേട്ട എല്ലാവർക്കും തോതാ റബ്ബ തോതാ